എല്ലാവർക്കും നമസ്കാരം. ഇന്റർവ്യൂ റൂമിലേക്ക് സ്വാഗതം. ശ്യാമപ്രസാദ് സാർ, നമസ്കാരം. നമസ്കാരം സാർ, ബ്രിട്ടീഷ് നാവികസേനയുടെ F-35 ആണ് ചർച്ചാ വിഷയം. റഡാറിൽ ഇന്ത്യ കുരുക്കി, അതുപോലെ ഒരുപാട് കഥകൾ ഇതുമായി ബന്ധപ്പെട്ട് മെനയുന്നുണ്ട്. ഏതായാലും കഥകൾക്ക് ഒരു പഞ്ഞവുമില്ല. മാത്രമല്ല, ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ സാധിക്കാത്ത തരത്തിലേക്ക് വന്നിരിക്കുന്നു. ബ്രിട്ടീഷ് വിദഗ്ധ സംഘമൊക്കെ എത്തുമെന്നാണോ മനസ്സിലാവുന്നത്? എന്താണ് സാർ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എന്താണ് F-35 പോലെ ഒരു 5th ജനറേഷൻ എന്താ പറയാ വിമാനത്തിന് ഇന്ത്യയുടെ ആകാശത്തിന് മുകളിൽ വന്നപ്പോൾ സംഭവിച്ചത്? നോക്കൂ പരിജ, ഇത് ഇന്ത്യയുടെ ആകാശത്തിന് മുകളിൽ വന്നപ്പോൾ സംഭവിച്ചതൊന്നുമല്ല. ഇവിടെ നമ്മുടെ ഇന്ത്യയുടെ സമുദ്രാതിർത്തിക്കടുത്ത് ഏതാണ്ട് 200 നോട്ടിക്കൽ മൈൽ അപ്പുറത്ത് HMS പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന് പറഞ്ഞ ബ്രിട്ടന്റെ ഒരു വിമാനവാഹിനി ഉണ്ടായിരുന്നു. അവരിവിടെ വന്നത് ഇന്ത്യൻ നേവിയുമായിട്ട് ചേർന്നുള്ള ഒരു സൈനിക അഭ്യാസത്തിന് വേണ്ടിയിട്ടാണ്. അതിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പരീക്ഷണ പറക്കലുകൾ ഉണ്ടാകും. ആ വിമാനവാഹിനിയിലെ വിമാനമാണിത്. അത് പതിവ് പോലെ പറന്നുയർന്നു. 200 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമാനം ഇത്ര ദൂരമുണ്ട്. അത് കഴിഞ്ഞ് പറന്നുയർന്നു കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചിറങ്ങുന്ന സമയമായപ്പോഴത്തേക്ക് കടൽ പെട്ടെന്ന് പ്രക്ഷുബ്ധമായി. കടൽ പ്രക്ഷുബ്ധമാവും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എപ്പോഴാണ് എന്താ സംഭവിക്കുക. അത് മൺസൂൺ സമയമാണ്, ഇവിടെ കേരളത്തിലെ മൺസൂൺ സമയമാണ്. ഈ വിമാനത്തിന് അതിൻ്റെ അത് തിരിച്ചിറങ്ങാൻ കഴിഞ്ഞില്ല. കാര്യം ഈ റൺവേ സ്റ്റേബിൾ അല്ലല്ലോ, ഇതിങ്ങനെ കിടന്നിങ്ങനെ ആടി കളിച്ചുകൊണ്ട് നിൽക്കുകയല്ലേ ഷിപ്പ്. അവർ പല പ്രാവശ്യം ട്രൈ ചെയ്തു, രക്ഷയില്ല, അത് സേഫ് അല്ല എന്ന് കണ്ടപ്പോൾ ഇതിൻ്റെ അകത്തെ ഫ്യൂവലും തീരാൻ തുടങ്ങി. അങ്ങനെയാണ് ഇവര് തിരുവനന്തപുരത്തേക്ക് വരുന്നത്. ഓരോ വിമാനവാഹിനിയും ഒരു ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അത് ഏതെങ്കിലുമൊക്കെ തീരത്തുകൂടിയോ അല്ലെങ്കിൽ അങ്ങനെയായിരിക്കുമല്ലോ പോകുന്നത്. അങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ അവർക്ക് അതിനോടടുത്തുള്ള ഏതെങ്കിലും ഒരു എയർപോർട്ടിൽ അല്ലെങ്കിൽ സഹായം കിട്ടുന്ന സ്ഥലങ്ങളുമായിട്ട് ഇവർ നേരത്തെ തന്നെ കോണ്ടാക്ട് ഉണ്ടാക്കി വെക്കും. ഇപ്പൊ ഇവിടെ വന്നപ്പോൾ അവരുടെ നിയറസ്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. ഇത് പരസ്പരം ഈ നേവികൾ എല്ലാവരും അറിയിക്കും. ഇൻ കേസ് എമർജൻസി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സഹായം വേണം. ഇത് ഇന്ത്യ അങ്ങോട്ടും കൊടുക്കുന്നതാണ്, ഇങ്ങോട്ടും കിട്ടുന്നതാണ്. ഇത് ലോകം മുഴുവൻ നടക്കുന്ന കാര്യമാണ്, ഒരു പ്രോട്ടോകോളാണ്. ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ സൗഹൃദ രാജ്യങ്ങളാണ്, വേറെ പ്രശ്നങ്ങളുമില്ല. അങ്ങനെ ഈ വിമാനത്തിന് അതിന്റെ നിയറസ്റ്റ് എമർജൻസി ലൊക്കേഷനായ തിരുവനന്തപുരത്ത് ഇറങ്ങേണ്ടി വന്നു. ഇവരെ നമ്മുടെ നേവിയെയും നമ്മുടെ അധികൃതരെയും അറിയിച്ചിട്ട് അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞ് ഫ്യൂൽ അടിച്ചിട്ട് പോകാമെന്നാണ് കരുതിയത്. പിന്നെ ഏതെത്ര സൗഹൃദ രാജ്യമാണെങ്കിലും മറ്റൊരു രാജ്യത്തിന്റെ സൈനിക വിമാനം ഇറങ്ങുമ്പോൾ അതിൻ്റെതായ ചില നടപടിക്രമങ്ങളുണ്ട്. അത് തിരിച്ചു പോകാൻ അങ്ങനെ അങ്ങനത്തെ ഒക്കെയുള്ള കാര്യങ്ങൾ, ഒഫീഷ്യൽ ഫോർമാലിറ്റീസ് ഒക്കെ പൂർത്തിയാക്കി തിരിച്ചു പോകേണ്ടതായിരുന്നു. പക്ഷെ അപ്പോഴാണ് വിമാനത്തിന് പോകാൻ കഴിയുന്നില്ല, അതിന് പറന്നുയരാൻ പറ്റുന്നില്ല. അതിന്റെ ഹൈഡ്രോളിക്സിന്റെ പ്രശ്നം വന്നിരിക്കുന്നു. ഹൈഡ്രോളിക്സ് വിമാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ ഒരു നട്ടല്ലാണ്. കാര്യം ഇറങ്ങുന്ന സമയത്ത് ലാൻഡ് ചെയ്യുമ്പോൾ അതിന്റെ ആ ലാൻഡിംഗ് ഗിയർ ഒക്കെ ഉണ്ടല്ലോ, അത് മുഴുവൻ ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നതാണ്. വളരെ ഈ വിമാനത്തിന്റെ വെയിറ്റ് മുഴുവനും താങ്ങുന്നതാണ്. ഇറങ്ങുന്ന സമയത്ത് നല്ല വെയിറ്റ് ഉണ്ടാവില്ല, പ്രഷർ ഉണ്ടാവില്ല. ഈ ഇറങ്ങിയപ്പോൾ അത് എമർജൻസി ലാൻഡിങ് നടത്തിയപ്പോഴോ അല്ലെങ്കിൽ അതിന് മുമ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായതായിരിക്കാം. എന്താണെന്ന് നമുക്ക് വ്യക്തമല്ല. എന്തായാലും അതിന്റെ ഹൈഡ്രോളിക്സ് പിന്നീട് അങ്ങോട്ട് ടേക്ക് ഓഫ് ചെയ്യാൻ പാകത്തിൽ ടേക്ക് ഓഫ് ചെയ്യാൻ ബുദ്ധിമുട്ടാവുന്ന രീതിയിലായി. ഇതാണ് നമ്മൾ ഇതെല്ലാം കൂടെ മനസ്സിലാക്കുന്നത്. അവരൊന്ന് കിട്ടുന്ന വിവരങ്ങളും വെച്ച് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ അത് മാത്രമായിരിക്കില്ല, ചിലപ്പോൾ മറ്റെന്തെങ്കിലും ടെക്നിക്കൽ എറർ ഉണ്ടാകുമായിരിക്കാം. ഇത് എന്ത് തന്നെ ആയാലും ശരി, ഞാൻ പറഞ്ഞില്ലേ, ഇത് F-35 ആണ്, അമേരിക്കയാണ്. ഇത് വേറെ അങ്ങനെ സ്വയംഭൂ ഒന്നും അല്ലല്ലോ, മനുഷ്യനുണ്ടാക്കിയ സാധനമല്ലേ. എത്രയാണെങ്കിലും ചില ആളുകൾ പറയുന്നത് കേട്ടു, റഡാർ സംവിധാനം കൊണ്ട് നമ്മൾ അതിനെ പിടിച്ചു വെച്ചതാണെന്ന്. സാർ, എന്തെങ്കിലും തരത്തിലുള്ള ഹാർഡ്വെയറിനെ തടയാനോ പിടിക്കാനോ ഒക്കെ റഡാർ സംവിധാനം കൊണ്ട് സാധിക്കില്ല എന്നുള്ളതൊരു, അതല്ലേ യാഥാർത്ഥ്യം? അങ്ങനെ പറ്റില്ലല്ലോ ഒരിക്കലും. അതെ. എന്താണ് റഡാർ എന്ന് പറയുന്നത്? റഡാർ എന്ന് പറയുന്നത് റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ്. അതായത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തത് റേഡിയോ സിഗ്നൽ ഉപയോഗിച്ചുകൊണ്ട് കാണുന്നു, അത്രയേ ഉള്ളൂ. ഇപ്പൊ ഇൻഫ്രാറെഡ് ക്യാമറയൊക്കെ ഇല്ലേ, നമുക്ക് രാത്രി കാണാവുന്ന ക്യാമറ, അത് ഇൻഫ്രാറെഡ് ആണ് ഉപയോഗിക്കുന്നത്. അതിന് പകരം ഇവിടെ റഡാർ ഈ റേഡിയോ സിഗ്നലുകൾ, ഫ്രീക്വൻസി കൂടിയ റേഡിയോ സിഗ്നൽ ഉപയോഗിച്ച് കാണുന്നു.
ഇപ്പം ഈ ചില ഈ കള്ളവൈദ്യന്മാർ പറഞ്ഞില്ലേ നോക്കുമർമ്മം എന്നൊക്കെ പറയുമല്ലോ, ആളെ നോക്കി സ്തംഭിപ്പിക്കുന്ന ഏർപ്പാടൊക്കെ ഇതൊക്കെ കേട്ടിട്ടില്ലേ? എന്ന് പറഞ്ഞ പോലെ ഈ റഡാർ വല്ല നോക്കുമർമ്മം ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ കേടാക്കുന്നൊക്കെ വിശ്വസിക്കേണ്ടി വരും നമ്മള്. കാര്യം റേഡിയോ സിഗ്നലുകൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റൊന്നിനെ, ഒരു ഹാർഡ്വെയറിനെ ബ്ലോക്ക് ചെയ്യാൻ കഴിയില്ല. ഇതുവരെ അതിന്റെ ഒരു ടെക്നോളജി ഇല്ല. ഇപ്പൊ ഒരു ഇലക്ട്രോണിക് സാധനം മറ്റൊരു സാധനം, ഇപ്പൊ എന്റെ കയ്യിൽ ഒരു കാൽക്കുലേറ്റർ ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ എന്റെ കയ്യിൽ ഒരു കമ്പ്യൂട്ടർ ഇരിപ്പുണ്ട്, അതുമായിട്ട് കണക്ട് ചെയ്യാവുന്ന, അതിനെ നിയന്ത്രിക്കാവുന്ന ഒരു സോഫ്റ്റ്വെയർ മനുഷ്യയുടെ കയ്യിൽ ഇല്ലാത്തടത്തോളം കാലം മനുഷ്യയുടെ കയ്യിൽ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് പോലും എന്റെ കമ്പ്യൂട്ടറിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അല്ലെങ്കിൽ ഇത് തമ്മിൽ കൃത്യമായ കൺട്രോൾ ചെയ്യുന്ന ഒരു കണക്ടിവിറ്റി ഉണ്ടാവണം. ഇപ്പൊ നമ്മൾ ടി വിയുടെ ഒക്കെ റിമോട്ട് കൺട്രോൾ ഒക്കെ ഇല്ലേ എന്ന് പറഞ്ഞു. ഇപ്പൊ എന്റെ ടി വിയുടെ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യയുടെ ടി വി എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാര്യം ആ ഒരു കണക്ടിവിറ്റി വേണം. ഇത് ഇത് ബേസിക് സയൻസ് ആണ്. ഇതിന് വലിയ, അതായത് ഒരു സ്കൂൾ വിദ്യാഭ്യാസം മതി ഇതിന്. അല്ലാതെ ഇത് നമ്മളതിന് സൂപ്പർ ബ്രെയിൻ ഒന്നും ആവശ്യമില്ല. അത്രത്തോളം നമ്മൾ കണ്ണുകൊണ്ട് എങ്ങനെയാണോ ഒരു സാധനം കാണുന്നത്, അത് നമ്മൾ ദൃശ്യപ്രകാശം വിസിബിൾ ലൈറ്റ് വെച്ചിട്ടാണ് കാണുന്നത്. അത് റേഡിയോ സിഗ്നൽ ഉപയോഗിച്ചുകൊണ്ട് കാണുന്നു. പിന്നെ ഇവിടെ തെറ്റിദ്ധരിക്കപ്പെടുന്ന, ഇത് വ്യാഖ്യാനിക്കപ്പെടുന്ന പറഞ്ഞാൽ റഡാർ ലോക്ക് ചെയ്തു എന്നൊരു വാക്കുണ്ട്. ഈ റഡാർ ലോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് ഈ ടെക്നിക്കൽ ടേംസ് ഒക്കെ ഒരുപാടുണ്ട്. റഡാറിന്റെ പരിധിയിൽ തുടർച്ചയായി ഈ സാധനം ഉണ്ട് എന്ന് മാത്രമാണ് അതിന്റെ അർത്ഥം. അങ്ങനെ വന്നു കണ്ടു, അവൻ നമ്മുടെ കയ്യിലുണ്ട്, ഇത്ര തന്നെ, ഇത്രയേ അതിന് മീനിങ് ഉള്ളൂ റഡാർ ലോക്കിംഗ് എന്ന് പറയുന്നത്. ഒരു ഫിഫ്ത് ജനറേഷൻ എയർലൈൻ വന്നപ്പോൾ, ഒരു ഫിഫ്ത് ജനറേഷൻ യുദ്ധവിമാനം എത്തുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും കോൺസ്പിറസി തിയറികൾക്ക് ഒരുപാട് സാധ്യതകളുണ്ട്, സ്കോപ്പുകളുണ്ട്. അത് അതിന്റെ യാഥാർത്ഥ്യവും സയൻസും ഒന്നും പരിശോധിക്കാതെ അത് പറയുന്ന ആളുകളുമുണ്ട്, അതിന് കേൾക്കുന്ന ആൾക്കാരും ധാരാളമായുണ്ട്. അപ്പൊ അത് ഒന്നായിരുന്നു ബ്രിട്ടീഷ് ഫിഫ്ത് ജനറേഷൻ ആണല്ലോ. അപ്പൊ ബ്രിട്ടന്റെ യുദ്ധ തന്ത്രങ്ങളൊക്കെ ഇന്ത്യ മനസ്സിലാക്കി പിടിച്ചു വെച്ച് മനസ്സിലാക്കുകയാണ് എന്ന തരത്തിൽ വരെ കഥകൾ വന്നിരുന്നു. ഓക്കെ, ഒരു 4-5 മാസമായി കാണും എന്ന് തോന്നുന്നു. ഇവിടെ ബാംഗ്ലൂർ എയർ ഷോ ഉണ്ട്, 2 വർഷത്തിലൊരിക്കൽ നടക്കുന്ന എയർ ഷോ. ആ എയർ ഷോയില് ലോകത്തിലെ പ്രധാനപ്പെട്ട വിമാന കമ്പനികളെല്ലാം വരും. എന്നിട്ട് അവരുടെ വിമാനങ്ങളെ ഇങ്ങനെ വലിയ അഭ്യാസം കാണിക്കും. അതുപോലെ ഈ വിമാനം ഓരോ എക്സിബിഷനൊക്കെ ഇല്ലേ, നമ്മുടെ പുത്തരിക്കണ്ട മൈതാനത്തൊക്കെ നടക്കുന്നതുപോലെ ഓരോരുത്തർ വന്ന് അവരവരുടെ സ്റ്റോൾ ഇട്ട് സാധനം എന്ന് പറഞ്ഞതുപോലെ അവരുടെ ഒരു മാർക്കറ്റിംഗ് ആണ്. അങ്ങനെ ഈ ബാംഗ്ലൂർ എയർ ഷോയിൽ ഈ സാധനം വന്നതാണ്. ഇവിടെ വലിയ ഷോ ഒക്കെ കാണിച്ചതാണ്. അതിൻ്റെ അകത്ത് പലരും താല്പര്യം കാണിച്ചിട്ടുണ്ട്, കാണിക്കാതിരുന്നിട്ടുണ്ട്. ഇതൊക്കെ ഇതല്ല ആ സമയത്ത് ഇവിടെ നമ്മുടെ എഞ്ചിനീയർമാർക്ക്, നമ്മുടെ ടെക്നോളജിസ്റ്റുകൾക്ക് ഈ വിമാനമൊക്കെ അടുത്ത് കാണാനും പരിചയപ്പെടാനും ഒക്കെ അവസരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ചോർത്താൻ പറ്റാത്ത എന്ത് സാധനമാണ് ഇവിടെ ഈ നടുവൊടിഞ്ഞ് കിടക്കുന്ന ഈ സാധനം, ഈ പഴയ വെയിലും കൊണ്ട് കിടക്കുന്ന ഈ സാധനത്തിൽ നിന്ന് കിട്ടാനിരിക്കുന്നത്. ടെക്നോളജി എന്ന് പറയുന്നത് അങ്ങനെയൊന്നും എടുക്കാൻ പറ്റില്ല. അതുമായിട്ട് പരിചയപ്പെട്ട് അതിന്റെ ഒരുപാട് പരാജയങ്ങളിലൂടെ തോറ്റ് ജയിച്ച് കിട്ടേണ്ട ഒരു സാധനമാണ് ഈ ടെക്നോളജി എന്ന് പറയുന്നത്. എത്ര കാലമായി നമ്മളൊരു ജെറ്റ് എഞ്ചിൻ, കാവേരി എഞ്ചിൻ എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നു. നമ്മളത് ഉണ്ടാക്കും, അത് ഫെയിലാകും, അതിന്റെ ഒരു പാരാമീറ്റർ, അപ്പൊ അത് കറക്റ്റ് ചെയ്യും. ഒരെണ്ണം ശരിയാകുമ്പോൾ വേറൊരെണ്ണം പ്രശ്നമാകും, അത് കറക്റ്റ് ചെയ്യും. ഇങ്ങനെയാണ് ഈ പറയുന്ന ലോകത്തുള്ള സർവ്വ ടെക്നോളജിയും വളർന്നിട്ടുള്ളത്. അതൊരു സാധനം ഇങ്ങനെ കണ്ടു, അതിന്റെ ഒരു ഫോട്ടോ കോപ്പി എടുത്തു, അല്ലെങ്കിൽ 4 ഫോട്ടോ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് മുഴുവനും ഇങ്ങനെ അങ്ങ് വിഴുങ്ങിക്കളഞ്ഞത്. ഈ യന്ത്രൻ സിനിമ കണ്ടിട്ടില്ലേ? അതിൻ്റെ അകത്ത് ഇങ്ങനെ യന്ത്രൻ ഇങ്ങനെ ഒറ്റ ഒരു പുസ്തകത്തിന് മുമ്പിൽ കൂടെ ഓടിച്ചപ്പോ അതിൻ്റെ അകത്ത് എല്ലാം കിട്ടി എന്ന് പറയുന്നവരൊക്കെ, അതൊക്കെ അങ്ങനെ ഭാവനയിലൊക്കെ പറ്റും, പക്ഷെ യാഥാർത്ഥ്യത്തിൽ പറ്റില്ല. തീർച്ചയായിട്ടും. എന്തായാലും ഒരുപാട് കോൺസ്പിറസി ഗൂഢസിദ്ധാന്തങ്ങളൊക്കെ F-35 വന്നിരുന്നു. എന്തായാലും കഥ പറയുന്നവർ കഥ പറഞ്ഞുകൊണ്ടിരിക്കും. എന്തായാലും അതിന് മുൻപേ ബ്രിട്ടൻ വന്ന് അത് പൊക്കിക്കൊണ്ട് പൊക്കോളും. കാര്യം അവർക്ക് അത് ഇവിടെ ഇടാൻ സാധിക്കില്ലല്ലോ. കൊണ്ടുപോകും തീർച്ചയായിട്ടും. അങ്ങനത്തെ വാർത്തകൾ കൂടി വരുന്നുണ്ട്. അത് അവർക്ക് അത് ചിലപ്പോൾ അതിന്റെ ഫ്ലൈയിങ് സംവിധാനങ്ങൾ പ്രോപ്പർ ആവുന്നില്ലെങ്കിൽ
അതിന്റെ ചിറകുകളൊക്കെ അഴിച്ചു മാറ്റി ലിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്തായാലും അധികം താമസിയാതെ അത് പൊയ്ക്കോളും. അതോടുകൂടി കോൺസ്പിറസി തിയറികൾ അടുത്ത വിമാനം വരെ വരുന്നവരെ കാണട്ടെ. നമുക്കെന്തായാലും സത്യം പറഞ്ഞുകൊണ്ടിരിക്കാം. തീർച്ചയായും സാർ, എന്തായാലും ഒരുപാട് നമസ്കാരം. വളരെ വ്യക്തമാണ് താങ്കൾ പറഞ്ഞത്. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു.